നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് കുറച്ച് ഷുവർ ഷോർട്സ് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിലെ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഞാനിങ്ങനെ PSC കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പരീക്ഷകളിൽ ചോദിച്ചിരുന്ന കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ മേഖലകളിലാണ് എന്നത് തെരഞ്ഞുപിടിച്ചാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ് തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. മനസ്സ് നീട്ടുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോണേ, നല്ല എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. തുടങ്ങാം. ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് ഇല്ലേ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയാണ്. 27ാമത് IFFK ആണ് 2022 നടന്നത്. അപ്പോൾ 2022 എത്രാമത് IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ് നടന്നത്? 27ാമത്. ഇതില് സുവർണ ചകോരം, രജത ചകോരം, മികച്ച മലയാള ചിത്രം, പിന്നെ സ്പിരിറ്റ് ഓഫ് സിനിമ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ. അപ്പൊ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് സുവർണ ചകോരമാണ്. ഈ സുവർണ ചകോരം പുരസ്കാരം ആർക്കാ കൊടുക്കുന്നേ? സംവിധായകനാണോ, നടനാണോ, മികച്ച ചിത്രത്തിനാണോ? ആർക്കാ കൊടുക്കുന്നേ? മികച്ച ചിത്രത്തിനാണ്. അപ്പൊ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം പുരസ്കാരം നേടിയത് ഉദമ എന്ന ബൊളീവിയൻ സിനിമയാണ്. ഉദമ എന്ന് കേൾക്കുമ്പോൾ മലയാളം ആണെന്ന് ഓർക്കരുത്. ബൊളീവിയൻ സിനിമയാണ് ഉദമ. അപ്പൊ മികച്ച ചിത്രത്തിനുള്ള ഏത് പുരസ്കാരം? സുവർണ ചകോരം പുരസ്കാരം ലഭിച്ചത് ഉദമ എന്ന ബൊളീവിയൻ ചിത്രത്തിനാണ്. ഈ ചിത്രത്തിന്റെ സംവിധാനം അലൈജാൻഡ്രോ ലോയിസ ഗ്രിസിയാണ് ഉദമ എന്ന ബൊളീവിയൻ ചിത്രത്തിന്റെ സംവിധാനം. അപ്പൊ ചിത്രം മാത്രം ഓർത്താൽ പോരെ, അതിന്റെ സംവിധായകന്റെ പേരും കൂടി ഓർത്തിരിക്കുക. അലൈജാൻഡ്രോ ലോയിസ ഗ്രിസി. ഓക്കെ, അപ്പൊ സുവർണ ചകോരം അവിടെ കിട്ടിയല്ലോ. മികച്ച ചിത്രത്തിനാണ് സുവർണ ചകോരം കൊടുക്കുന്നത്. ഇനി മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ആര്? മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് കെർ എന്ന സിനിമയുടെ സംവിധായകനായ എന്ന സിനിമയുടെ സംവിധാനത്തിലാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. തെയ്ഫുൻ പിർസേലി മോംഗ്ലുവിനാണ് രജത ചകോരം. മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചതാർക്കാ? തെയ്ഫുൻ പിർസേലി മോംഗ്ലു. ഏത് ചിത്രത്തിന്റെ സംവിധാനത്തിനാണ്? കെർ എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്ത 2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് VS ഇന്ദു സംവിധാനം ചെയ്ത 1901A എന്ന ചിത്രത്തിനാണ്. VS ഇന്ദു സംവിധാനം ചെയ്ത 1901A എന്ന ചിത്രത്തിനാണ് മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത്. ഫിപ്രസി പുരസ്കാരം 1901A. സംവിധാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. VS ഇന്ദു ആണ് സംവിധാനം. ഇനി മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത അറിയിപ്പ് എന്ന ചിത്രത്തിനാണ്. അറിയിപ്പ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാ? മഹേഷ് നാരായണൻ. അപ്പൊ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ഏതാണ്? അറിയിപ്പ് എന്ന മലയാള ചലച്ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ആര്? മഹേഷ് നാരായണൻ. അപ്പൊ ഈ 4 പോയിന്റ്സും കിട്ടിയോ? മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ ചകോരം കിട്ടിയ ചിത്രം ഏതാണ്? ഉദമ എന്നത് ബൊളീവിയൻ ചിത്രമാണ്. സംവിധാനം ആരാണ്? അലൈജാൻഡ്രോ ലോയിസ ഗ്രിസി. മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത് തെയ്ഫുൻ പിർസേലി മോംഗ്ലു. കെർ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് VS ഇന്ദു സംവിധാനം ചെയ്ത 1901A എന്ന ചലച്ചിത്രത്തിനാണ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം ലഭിച്ചത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത അറിയിപ്പ് എന്ന ചിത്രത്തിനാണ്. അപ്പൊ ഇത് 4 കിട്ടിയേ. ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം. ഇനിയുണ്ട് IFFK നോക്കാം. ഇനി ജനപ്രീതിയുള്ള ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ 27th IFFK 2022 ഏറ്റവും ജനപ്രീതിയുള്ള ചലച്ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച
നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രമാണ്. അപ്പൊ മികച്ച ജനപ്രീതിയുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? നൻപകൽ നേരത്ത് മയക്കം. നൻപകൽ നേരത്ത് മയക്കം. സംവിധായകൻ ആരാണ്? ആ സിനിമയുടെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ലിജോ ജോസ് പെല്ലിശ്ശേരി. സിനിമയിലെ നായകൻ ആരായിരുന്നു? മമ്മൂട്ടിയായിരുന്നു നായകൻ. ഇനി അടുത്തത് മികച്ച ചലച്ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം. നേരത്തെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരമാണ് പറഞ്ഞത്. ഇത് മികച്ച ചലച്ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത് മേത്തി ലാംഗ്വേജിലുള്ളൊരു ചിത്രമാണ്. മേത്തി എന്ന് പറയുന്നത് മണിപ്പൂരി ലാംഗ്വേജ് ആണ്. മണിപ്പൂരി ലാംഗ്വേജിലെ അവർ ഹോം എന്ന ചിത്രം, അവർ ഹോം അവരുടെ ലാംഗ്വേജിൽ ഐക്കോഹിയം എന്നതാണ് ആ സിനിമയുടെ പേര്. അവർ ഹോം എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ആ സിനിമയ്ക്കാണ് മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം ലഭിച്ചത്. മണിപ്പൂരി ലാംഗ്വേജ് അല്ലെങ്കിൽ മേത്തി ലാംഗ്വേജിലുള്ള ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ സംവിധായകൻ റോമി മേത്തയാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. റോമി മേത്തെ. ഓക്കെ, അടുത്തത് സ്പിരിറ്റ് ഓഫ് സിനിമ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 27ാമത് IFFKയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ഇറാനിയൻ ചലച്ചിത്ര പ്രവർത്തകയായ മഹനാസ് മുഹമ്മദിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ്. ഈ സ്പിരിറ്റ് ഓഫ് സിനിമ ചോദിച്ചിട്ടുണ്ട്. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ഇറാനിയൻ ചലച്ചിത്ര പ്രവർത്തകയായ മഹനാസ് മുഹമ്മദി. പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. പുരസ്കാര തുക. ഇറാനിയൻ ചലച്ചിത്ര പ്രവർത്തകയാണ് മഹനാസ് മുഹമ്മദി. പുരസ്കാര തുക എത്ര രൂപയാണ്? 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. ഇനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ഹംഗേറിയൻ സംവിധായകനായ ബേലാത്താറിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത്. 10 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. അപ്പൊ ഇവിടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാര തുക 5 ലക്ഷം രൂപയും ലൈഫ് ടൈം അച്ചീവ്മെന്റിനുള്ള പുരസ്കാര തുക എത്രയാണ്? 10 ലക്ഷം രൂപയാണ്. ബേലാത്താർ എന്ന ഹംഗേറിയൻ സംവിധായകനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത് ആർക്ക്? മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത് ആലം എന്ന സിനിമയുടെ സംവിധായകനായ ഫിറാസ് കൗറിക്കാണ് മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചത്. ഫിറാസ് കൗറി. ഇനി മികച്ച ഏഷ്യൻ ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ചത് ഈ ആലം എന്ന ചലച്ചിത്രത്തിനാണ്. മികച്ച ഏഷ്യൻ ചലച്ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ചത് ഏത് ചലച്ചിത്രത്തിനാണ്? ആലം എന്ന ചലച്ചിത്രത്തിനാണ്. ആലം എന്ന ചലച്ചിത്രം. ഈ ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ് ഫിറാസ് കൗറി. ഓക്കെ. നവാഗത സംവിധായകനുള്ള FFSI KR മോഹനൻ പുരസ്കാരം നേടിയത് ആര്? FFSI ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ FFSI KR മോഹനൻ പുരസ്കാരം നേടിയത് സിദ്ധാർത്ഥ് ചൗഹാനാണ്. അമർ കോളനി എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അമർ കോളനി എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് സിദ്ധാർത്ഥ് ചൗഹാൻ. അദ്ദേഹത്തിനാണ് മികച്ച നവാഗത സംവിധായകനുള്ള FFSI KR മോഹനൻ പുരസ്കാരം ലഭിച്ചത്. ഇനി സത്യൻ സ്മൃതി എന്നത് അനുഗ്രഹീത നടനായ സത്യൻ മാഷിന്റെ 110ാം ജന്മവാർഷികമായിരുന്നു. അപ്പൊ അതോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ 110 ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നു. ആ ഒരു 110 ചിത്രങ്ങളുടെ പ്രദർശനം അത് സത്യൻ സ്മൃതി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. സത്യൻ സ്മൃതി. ഓക്കെ. അപ്പൊ ഇത്രയാണ് IFFK 27th IFFK 2022 പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. അതിൽ മെയിൻ ആയിട്ട് സുവർണ ചകോരം, രജത ചകോരം, സ്പിരിറ്റ് ഓഫ് സിനിമ, പിന്നെ മലയാള ചലച്ചിത്രങ്ങളുടെ ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി റിവൈസ് ചെയ്ത് വെച്ചോടെ. പ്രതീക്ഷിക്കാവുന്ന ചോദ്യം. ഇനിയില്ലേ, ഇത് 2-3 ദിവസം മുന്നേ വന്നൊരു കറണ്ട് അഫെയർ ആണ്. ദേശീയ കടുവ സെൻസസ് 2022 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കടുവ സെൻസസ് 2018 ഏറ്റവും അവസാനം കടുവ സെൻസസ് പുറത്തുവിട്ടത്. അത് ചോദ്യമായിരുന്നു. എപ്പോഴൊക്കെ കടുവ സെൻസസ് നടക്കുമ്പോഴും അത് PSC എടുത്ത് ക്വസ്റ്റ്യൻ ആക്കാറുണ്ട്. അപ്പൊ കടുവ സെൻസസ് 2022 ലാസ്റ്റ് കടുവ സെൻസസ് നടന്നത്, അതായത് കടുവകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്ന സെൻസസ് നടന്നത് 2018.
2018 ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണം 2967 ആയിരുന്നു. 2967. ഇങ്ങനെ പഗ് മാർക്ക്, മറ്റേ എന്താ കൈപ്പത്തിയില്ലേ, ആ പഗ് മാർക്ക്, ഇങ്ങനത്തെ മാർക്കില്ലേ, അത് വെച്ചിട്ടാണ് ഇങ്ങനെ എണ്ണം നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ 2018 2967 ആയിരുന്നു. 2022 ഇപ്പൊ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണം 3167 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇത് 2967 എന്നുള്ളത് 3167 ആയി, 3167 ആയിട്ട് മാറി. അപ്പൊ ഈ സെൻസസ് കണക്ക് പുറത്തുവിട്ടത് നരേന്ദ്രമോദിയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കണക്ക് പുറത്തുവിട്ടത്, ഈ ഒരു സെൻസസ് പുറത്തുവിട്ടത്. 3167 കടുവകളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അപ്പൊ ഈ പ്രോജക്ട് ടൈഗർ എന്ന പദ്ധതിയുടെ 50ാം വാർഷികം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിലാണ് ഈ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പ്രോജക്ട് ടൈഗർ തുടങ്ങിയത് 1973 ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്താണ് പ്രോജക്ട് ടൈഗറിന് തുടക്കമിടുന്നത്. അപ്പൊ ഈ ഏപ്രിൽ 1 ആയപ്പോഴത്തേക്കും അതിന്റെ സുവർണ ജൂബിലിയും പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു വേളയില് നരേന്ദ്രമോദി പുതിയൊരു പ്രോജക്റ്റിനും കൂടെ തുടക്കം ഇട്ടിട്ടുണ്ട്. ആ പ്രോജക്റ്റിന്റെ പേരാണ് IBCA. IBCA എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ്സ് അലയൻസ്. അതായത് കടുവ, സിംഹം, മഞ്ഞുപുലി, ചീറ്റ, പ്യൂമ, ജാഗുർ മുതലായവയുടെ എല്ലാം സംരക്ഷണവും പരിപാലനത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടക്കമിട്ട ഒരു പദ്ധതിയാണ് IBCA എന്നത്. IBCയുടെ ഫുൾ ഫോം എന്തുവാ? ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ്സ് അലയൻസ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ്സ് അലയൻസ്. അപ്പോൾ 2022 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ആകെ കടുവകളുടെ എണ്ണം എത്രയാണ്? 3167 ആണെന്ന് ഓർക്കുക. 3167. ബന്ദിപ്പൂർ, കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഒരു കണക്ക് ആര് പുറത്തുവിട്ടത്? നരേന്ദ്രമോദി പുറത്തുവിട്ടത്. അടുത്ത പോയിന്റ്സിലേക്ക് പോവാം. അടുത്ത പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് ഷോമുഖി റെയിൽവേ സ്റ്റേഷൻ. ഷോമുഖി റെയിൽവേ സ്റ്റേഷൻ നാഗാലാൻഡിലാണ് നിലവിൽ വരുന്നത്. 100 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാഗാലാൻഡിന് അനുവദിച്ചു കിട്ടിയ റെയിൽവേ സ്റ്റേഷനാണ് ഷോമുഖി റെയിൽവേ സ്റ്റേഷൻ, നാഗാലാൻഡ്. ഷോമുഖി എവിടെ? നാഗാലാൻഡ്. ഷോമുഖി റെയിൽവേ സ്റ്റേഷൻ, നാഗാലാൻഡ്. ഓക്കെ. ഇനി 2022 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഐക്കണിക് അടൽ ബ്രിഡ്ജ് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. 2022 ഓഗസ്റ്റിൽ ഐക്കണിക് അടൽ ബ്രിഡ്ജ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അതെവിടെയാണ്? അഹമ്മദാബാദ്. ഇനി ആർട്ടിമിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 50 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ പുതിയ പദ്ധതിയാണ് ആർട്ടിമിസ് എന്നത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വരുന്നത് പോലെ മനുഷ്യനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള? ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാനുള്ള നാസയുടെ പുതിയ പദ്ധതിയാണ് ഏത്? ആർട്ടിമിസ്. അപ്പൊ ഷോമുഖി റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? നാഗാലാൻഡ്. അഹമ്മദാബാദിൽ എന്തുവാണ്? ഐക്കണിക് അടൽ ബ്രിഡ്ജ്. ആർട്ടിമിസ് എന്ന് വെച്ചാൽ എന്തുവാണ്? നാസയുടെ പുതിയ പദ്ധതി, മനുഷ്യനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ? ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാനുള്ള പുതിയ പദ്ധതിയാണ്. അടുത്തത് പാരാഗ്വേ. ആ രാജ്യമൊക്കെ പഠിക്കേണ്ട കാര്യം എന്താ? അതൊരു തെക്കേ അമേരിക്കൻ രാജ്യമല്ലേ, പഠിക്കേണ്ട കാര്യമുണ്ട്. ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത തെക്കേ അമേരിക്കൻ രാജ്യമാണ് പാരാഗ്വേ. അപ്പൊ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഏത്? പാരാഗ്വേ. ഓക്കെ. ഇനി ഈ ചണ്ഡീഗഡ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പേരൊന്ന് മാറ്റി. ആരുടെ പേരാ കൊടുത്തേ? ഭഗത് സിംഗിന്റെ പേരാ കൊടുത്തേ. ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്ത എയർപോർട്ട് ഏതാണ്? ചണ്ഡീഗഡ് രാജ്യാന്തര വിമാനത്താവളം, അല്ലെങ്കിൽ ചണ്ഡീഗഡ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്ത്? ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ.
അടുത്തത് ഇസ്രായേലിന്റെ ഒരു ഫാക്ട് പഠിക്കാനുണ്ട്. ഈ ഫാക്ട് ഓർത്തിരുന്നോണം. ലോകത്തിലെ ആദ്യത്തെ സിന്തറ്റിക് ഭ്രൂണം, ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത്? ഇസ്രായേലാണ് ലോകത്തിലെ ആദ്യത്തെ സിന്തറ്റിക് ഭ്രൂണം വികസിപ്പിച്ചെടുത്ത രാജ്യം. ഇപ്പൊ ഇസ്രായേലിന്റെ ഫാക്ട് എന്താ? സിന്തറ്റിക് ഭ്രൂണം. പിന്നെ ചണ്ഡീഗഡ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പേരെന്താണ്? ഭഗത് സിംഗിന്റെ പേരാ കൊടുത്തത്. പാരാഗയിൽ എന്ത് സംഭവിച്ചു? ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത തെക്കേ അമേരിക്കൻ രാജ്യം. ആർട്ടമിസ് മനുഷ്യൻ, ചന്ദ്രൻ, നാസ. അഹമ്മദാബാദില് ഐക്കണിക് അടൽ ബ്രിഡ്ജ്. ഷോമുഖി റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? നാഗാലാൻഡ്. ആദ്യം പറഞ്ഞ പോയിന്റ്സ് എന്തായിരുന്നു? IFFK 27th IFFK 2022 മികച്ച ചിത്രം സുവർണ ചകോരമാണ്. ഉദമ എന്ന ചിത്രം അത് മലയാളമാണോ? അല്ല, ബൊളീവിയൻ ചിത്രമാണ്. പിന്നെ മികച്ച സംവിധായകനുള്ള രജത ചകോരം തെയ്ഫുൻ പിർസേ മോംഗ്ലൂനാണ് ലഭിച്ചത്. മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം 1901A. ആ ചിത്രത്തിന്റെ സംവിധായിക VS ഇന്ദു. മികച്ച ചിത്രത്തിനുള്ള മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ലഭിച്ചത് അറിയിപ്പ് എന്ന ചിത്രം. സംവിധായകൻ മഹേഷ് നാരായണൻ. പിന്നെ നവാഗത സംവിധായകന്റെ പേര് ഓർത്തോണം. സത്യൻ സ്മൃതി എന്നത് സത്യൻ മാഷിന്റെ 110ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന 110 സത്യൻ സിനിമകളുടെ പ്രദർശനമാണ് സത്യൻ സ്മൃതി. അത് കഴിഞ്ഞ് കടുവ സെൻസസിന്റെ കാര്യം പറഞ്ഞു. 2018 കണക്കനുസരിച്ച് 2967, 2967 കടുവകളാണ് ഉണ്ടായിരുന്നത്. 2022 കണക്കനുസരിച്ച് 3167 ആയി. 3167 കടുവകളാണ് ഇപ്പോൾ ഉള്ളത്. നരേന്ദ്രമോദിയാണ് കണക്ക് പുറത്തുവിട്ടത്. എവിടെ നിന്നായി ഈ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ച്? ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ വെച്ചാണ് ഈ ഒരു കണക്ക് പുറത്തുവിട്ടത്. പ്രോജക്ട് ടൈഗർ 1973 50ാം വാർഷികം സുവർണ ജൂബിലി പൂർത്തിയാക്കി. പിന്നെ ഈ വർഷം പ്രഖ്യാപിച്ച പുതിയൊരു പദ്ധതിയാണ് IBCA. ഏതിനോടനുബന്ധിച്ച്? ഈ കടുവ സെൻസസിനോടൊക്കെ അനുബന്ധിച്ച് ഒരു പുതിയൊരു പദ്ധതിക്കും കൂടി തുടക്കമിട്ടു. IBCA, ഇന്റർനാഷണൽ ബിഗ് കാറ്റ്സ് അലയൻസ് എന്ന പദ്ധതി. പിന്നെ ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ഇനി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇപ്പൊ തന്നെ പഠിച്ചു പോയില്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ലൈക്ക് ചെയ്തിട്ട് പോവാ. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തേക്കണേ നമ്മുടെ ചാനലിന്റെ കാര്യം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും, കയറി ജോയിൻ ചെയ്തേക്കാം. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പൊ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.